പ്രൈസ് ഗോഡ്. സോൾസ് ഓഫ് ക്രൈസ്റ്റ് മിഷൻ്റെ ഭാഗമായി ബൈബിൾ റീഡിങ്ങിനെ കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയ ഉൾക്കാഴ്ച, എനിക്ക് കിട്ടിയൊരു ബോധ്യം അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുവാനിരുന്നേ. അപ്പം എനിക്ക് ആദ്യത്തെ ദിവസം ഈശോ തരുന്നത് 1 സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകം 4 അധ്യായം തൊട്ട് 12 വരെയുള്ള തിരുവചനങ്ങളാണ്, 12 അധ്യായം വരെയുള്ള തിരുവചനങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ഈശോ എനിക്ക് ഇങ്ങനെ ഒരു ബോധ്യം തരിക, ഞാൻ നിന്നെ സഹായിക്കുന്ന കർത്താവ്, എബനേസർ, സഹായകനായ ദൈവം, ഞാൻ നിന്നെ സഹായിക്കുന്ന കർത്താവ്, ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ളൊരു ബോധ്യം ഈശോ എനിക്കിങ്ങനെ തരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളെ കൂടെയൊക്കെ ആട്ടോ പോകുന്നത്. അപ്പം ഇങ്ങനെ ഭയങ്കര സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു ലൈഫിൽ. അപ്പോൾ ഈശോ പിന്നീട് എന്നെ ചെയ്യണമെന്നറിയത്തില്ല, അപ്പം മുന്നോട്ട് എന്ത് എടുക്കണം എന്നറിയില്ല, ഒന്നിനും ഒരു ഉത്തരം കിട്ടാതെ ഇങ്ങനെ ഈശോയോട് ഞാൻ എപ്പോഴും ചോദിക്കുക, എന്നാ മിണ്ടാതിരിക്കുന്നത്, എന്നാ എന്തുകൊണ്ടാണ് ഒരു ഉത്തരവില്ലാത്തതെന്നൊക്കെ ചോദിച്ച് ഞാൻ പിന്നീട് രണ്ടാമത്തെ ദിവസത്തെ എനിക്ക് വായിക്കാൻ കിട്ടുമ്പോൾ എനിക്ക് കിട്ടുന്നത് ജോബിൻ്റെ പുസ്തകമാണ്. അപ്പോൾ ജോബിൻ്റെ പുസ്തകത്തിൽ കൂടെ എനിക്ക് ഈശോ വീണ്ടും ഒരു ബോധ്യം തരിക, ഞാൻ നിന്നെ കാണുന്നുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഇത് ഞാൻ നിനക്ക് അനുവദിച്ചിരിക്കുന്ന സഹനങ്ങളുടെ ഒരു സമയമാണ്. വലിയ വലിയ സഹനമല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു സഹനം, പക്ഷെ എന്നെ സംബന്ധിച്ച് അതെനിക്ക് ഇച്ചിരി താങ്ങാൻ പറ്റത്തില്ലാത്ത പോലത്തെ ഒരു സഹനമാണ്. അപ്പം ഇച്ചിരി സങ്കടങ്ങളിൽ കൂടെ തന്നെയാണ്. അപ്പോഴത്തേനും ഈശോ പറയും, ഞാൻ ഇത് നിനക്ക് അനുവദിച്ചിരിക്കുന്ന സാധനം, പിന്നെ നീ എന്തിനാ സങ്കടപ്പെടുന്നത്, ഇത് ദൈവമാത്രത്തിനായിട്ട് ഈശോ മാറ്റുക എന്നുള്ളൊരു ബോധ്യം ഈശോ വീണ്ടും വീണ്ടും എൻ്റെ ഉള്ളിലോട്ട് വന്നു. എന്നിട്ട് ഈശോ എന്നോട് പറയുന്നുണ്ട്, ഞാൻ ത്രൂ ഔട്ട് ബൈബിൾ റീഡിങ് ഈശോ എന്നോട് പറയുന്നുണ്ട്, നീ നിൻ്റെ വിശ്വാസം ഉറച്ചു നിൽക്കുക, എന്തിനെങ്ങനെ അതിങ്ങനെ ആടിയാടി നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ വരുന്നുണ്ട്. ഉറച്ചങ്ങ് നിൽക്കുക, വിശ്വാസത്തിൽ ഉറച്ചങ്ങ് നിൽക്കാനായിട്ട് ഈശോ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് വരുന്ന എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം. അപ്പം എനിക്കത് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. അപ്പം അത് വായിച്ചിട്ട് മനസ്സിലാകാതെ വരുമ്പോൾ നമുക്ക് അടിയിൽ ഇങ്ങനെ റെഫർ ചെയ്യാനായിട്ട് ഈശോ കൊടുത്തിട്ടുണ്ട്, അതിങ്ങനെ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് റെഫർ ചെയ്യാൻ നോക്കുമ്പോഴത്തേനും ജോബിൻ്റെ പുസ്തകം ഞാൻ വായിച്ച അധ്യായം തന്നെ ഈശോ എന്ന് വെച്ചാൽ റെഫർ ചെയ്ത് നോക്കിയപ്പോഴത്തേനും ജോബിൻ്റെ പുസ്തകം. അപ്പോൾ ഈശോ വീണ്ടും എനിക്ക് ആ ബോധ്യം തരിക, ഞാൻ നിന്നെ കാണുന്നുണ്ട്, ഞാൻ നിന്നെ സഹായിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ബോധ്യം എനിക്ക് ഈശോ വീണ്ടും തരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ വരുന്നത് ഈ പൗലോസ്ലീഹ തിമോത്തിയോസിനും തീത്തോസിനും എഴുതിയ ലേഖനങ്ങളിലേക്കാണ് ഞാൻ വരുന്നത്. അവിടെ വരുമ്പോഴത്തേക്കും ഈശോ എന്നോട് വന്ന് എന്തെന്നാൽ ഭീരത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെ, സ്നേഹത്തിൻ്റെ, ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവിനെയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇച്ചിരി ശാന്തത ഭയങ്കര കുറവ്. അപ്പം ഞാനെപ്പോഴും ഈശോയോട് പറയുന്നത് ശാന്തമായിട്ടിരിക്കാനായിട്ടുള്ള ഒരു കൃപ എനിക്ക് തരണേ. അപ്പോൾ ഈശോ എനിക്കിങ്ങനെ പതിയെ അത് എന്നിലേക്ക് ഇങ്ങനെ ചൊരിയുന്ന ഒരു അനുഭവം ഈ 2-3 ദിവസങ്ങളിൽ കൂടെ ഈശോ എനിക്കിങ്ങനെ തരുന്നുണ്ട്. പിന്നെ ഈശോ എന്നോട് പറയുന്നുണ്ട്, നീ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ഉള്ളിൽ എന്ത് തെറ്റ് പറ്റിപ്പോലും ഞാൻ എപ്പോഴും കർത്താവിൻ്റെ അടുത്തിട്ട് ഓടിച്ചെന്നിട്ട് ഞാൻ പറയും, ഈശോയെ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് എല്ലാവരും ഇങ്ങനെ ഈശോയെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴും ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഓടുന്ന കാണുമ്പോഴും ഞാൻ എപ്പോഴും ഈശോയോട് ചോദിക്കും, ഈശോയെ എപ്പോഴാണ് എന്നെ ഓടിക്കുന്നത്, ഈശോ നിനക്ക് വേണ്ടി എനിക്ക് ഓടാൻ ആഗ്രഹമുണ്ട്, എന്നെയും ഈശോയ്ക്ക് വേണ്ടിയിട്ടൊന്ന് ഒരുക്കുക, അങ്ങനെയൊക്കെ ഒരു ചോദ്യം ഇങ്ങനെ ഞാൻ എപ്പോഴും കർത്താവിനോട് ചോദിക്കും. അതിനുള്ളൊരു ഉത്തരം എന്ന പോലെ ഈശോ എനിക്കിങ്ങനെ തരുക, നീ എൻ്റെ വചനം പ്രസംഗിക്കും എന്നുള്ളൊരു ബോധ്യം ഈ തിമോത്തിയോസ് വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസാർക്ക് എഴുതിയ ലേഖനത്തിലും തീത്തോസിലെയും കൂടി ഈശോ വീണ്ടും ഇങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഈശോ എന്നെ തിരുത്തുന്നുണ്ട് കേട്ടോ, എന്നോട് പറയുന്നുണ്ട് കുറച്ച് ഇങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാനും, പിന്നെ മറ്റുള്ളവർ നിന്റെ പ്രായക്കുറവിൻ്റെ മേൽ ഒരു കുറ്റം ചുമത്താതിരിക്കട്ടെ, നിന്റെ എന്താ പറയുക, നിന്റെ ഒരു സംസാര രീതി കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവർ എന്നെ ദർശിക്കട്ടെ എന്നുള്ളൊരു രീതി കൂടെ ഈശോ എന്നെ നന്നായിട്ട് ആ സമയത്ത് നല്ലപോലെ തിരുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഈശോ എന്നോട് പറയുന്നുണ്ട്, യുവസഹജമായ മോഹങ്ങളിൽ നിന്നെല്ലാം ഓടി അകലണം എന്നൊക്കെ ഈശോ എനിക്ക് ഈശോ ഒരു ബോധ്യം എനിക്ക് ഈശോ കർത്താവ് തരുവാണേ. അത് കഴിഞ്ഞിട്ട് ഈശോ വീണ്ടും എന്നോട് ഇങ്ങനെ വീണ്ടും ഈശോ പറയുക, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. പിന്നെ ഈ വിശുദ്ധ ലിഖിതം വായിക്കണം, ഈ ബൈബിൾ വായിക്കുന്നത് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തിനും നീതിനുള്ള പരിശീലനത്തിനും വേണ്ടി ഇത് ഉപകരിക്കുന്നു. അങ്ങനെ ഈശോ എന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും ഒത്തിരി എന്നെ ഇങ്ങനെ തിരുത്തി ഈശോ കൊണ്ടുവന്നു. പിന്നെ അതുപോലെ തന്നെ ബേസിക്കലി ഞാനൊരു അധ്യാപന മേഖലയിലാണ്. അപ്പോഴത്തേനും ഈശോ എനിക്ക് പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ കൂടെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, നീ അധ്യാപനത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. എനിക്ക് പഠിപ്പിക്കാൻ അത് ചില സമയത്ത് എനിക്ക് ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ളൊരു ജോലിയായിട്ട് എനിക്ക് ചില സമയങ്ങളൊക്കെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് ചിലപ്പോൾ അതങ്ങനെ പറഞ്ഞങ്ങ് പ്രതിഫലിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോഴത്തേനും ഞാനതങ്ങ്
അങ്ങ് മടുത്തു പോകാറുണ്ട്. പക്ഷേ ഈശോ എനിക്ക് വീണ്ടും അവിടെ ഒരു ബോധം തരാം, നീ അധ്യാപനത്തെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. ഈശോ എന്നോട് കറക്റ്റ് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഈ 4 ദിവസത്തെ ബൈബിൾ റീഡിങ് മിഷനിലൂടെ ഈശോ എനിക്ക് സമ്മാനിച്ചു. ഈശോയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി.